മറ്റൊരു വാർത്തയിലേക്ക്. ഉദയ്പൂർ ഫയൽസ് സിനിമയുടെ റിലീസ് തടയാനാവില്ലെന്ന് സുപ്രീം കോടതി. ഹർജിക്കാരുടെ വാദം അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സിനിമ ഹിന്ദുത്വ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നായിരുന്നു ഹർജിക്കാരൻ ഉന്നയിച്ചത്. ചിത്രം പുറത്തിറങ്ങിയാൽ കേസിന്റെ വിചാരണയെ ബാധിക്കുമെന്നും ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു. ചിത്രത്തിനെതിരെ ജമിയത്ത് ഉലമാ അൽ ഹിന്ദും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത് പറയൂ. ശ്രീകാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഉദയ്പൂർ ഫയൽ സിനിമയുടെ റിലീസ് തടയാനാവില്ല എന്ന് സുപ്രീം കോടതി പറയുന്നതിലൂടെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്? ഈ ഉദയ്പൂർ ഫയൽസ് എന്ന സിനിമയുടെ അത് തടയണം, അതിന്റെ റിലീസ് എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഹർജിക്കാരുടെ വാദം അംഗീകരിക്കാനാകില്ല എന്ന് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞു. സിനിമ ഹിന്ദുത്വ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു. ചിത്രം പുറത്തിറങ്ങിയാൽ കേസിന്റെ വിചാരണയെ ബാധിക്കുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ചിത്രത്തിനെതിരെ ജാമിയത്ത് ഉലമാ അൽ ഹിന്ദും നേരത്തെ രംഗത്ത് ഉണ്ടായി. ചിത്രം ജൂലൈ 11 തിയേറ്ററുകളിൽ ഈ സുപ്രീം കോടതിയിൽ നിന്നും അനുമതി കിട്ടിയതോടെ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 ജൂണിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ കനയ്യലാൽ എന്നയാളെ മുഹമ്മദ് റിയാസ് അട്ടാരി, ഗൗസ് മുഹമ്മദ് എന്നിവർ കൊലപ്പെടുത്തിയ സംഭവമാണ് സിനിമയുടെ ഇതിവൃത്തം. നടൻ വിജയ് റാസാണ് കനയ്യലാലായി വേഷമിടുന്നത്. ഭരത് എസ് ശ്രീനേറ്റാണ് തിരക്കഥയും സംവിധാനവും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.